13 വർഷത്തിന് ശേഷമാണ് ആദ്യമായിട്ട് ഞാനൊന്ന് ഫ്രണ്ടിൽ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് തടയുന്നു. കാരണം എന്തായാലും എൻ്റെ മനസ്സിൽ എങ്ങനെയാണോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ അതേ കണക്കെ അവർ ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. ഹായ്, ഞാൻ 10 ദിവസമായി സർജറി ആയിട്ട് ഇന്ന് ഹെഡ് വാഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എല്ലാം കൊണ്ടും നല്ല ഹാപ്പി ആയിട്ടാണുള്ളത്. പ്രതീക്ഷിച്ചതിനായിട്ടും കൂടുതലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. റിസൾട്ടും അത് കണക്ക് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ 5000 ഗ്രാഫ്റ്റാണ് വെച്ചത്. 1000 സംതിങ് ഗ്രാഫ്റ്റ്. പിന്നെ ഗ്രാഫ്റ്റൊക്കെ ബേക്കുന്ന തന്നെ എനിക്ക് ഡോണർ ഏരിയ നല്ല അടിപൊളിയായിട്ടുണ്ടായതുകൊണ്ട് എല്ലാം ബേക്കുന്ന തന്നെ കിട്ടി. വെറുതെ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. ആവശ്യം വന്നെങ്കിൽ തന്നെ എടുക്കാനുള്ള ഇനിയും ഉണ്ട് അത്ര. അതൊന്നും ആരും പേടിക്കണ്ട. എല്ലാവരും ധൈര്യമായിട്ട്, മുടിയില്ലാത്തവർ ധൈര്യമായിട്ട് വരിക. ഇവിടുത്തെ വർക്ക്, ഇവിടുത്തെ ഡോക്ടർമാർ എല്ലാവരും അടിപൊളിയാണ്. അവർ വർക്കും. അത് കഴിഞ്ഞിട്ട് 13 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ തൊപ്പി ഊരിയിട്ട് വെളിയിൽ ഇറങ്ങുന്നത്. അതിൻ്റെ ഒരു ഭയങ്കരമായിട്ട് മനസ്സിന് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. ആൾക്കാർ മുഖത്ത് നോക്കാനും എല്ലാം കൊണ്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ഇല്ല. എനിക്ക് ഇപ്പോൾ സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. 13 വർഷത്തിന് ശേഷമാണ് ആദ്യമായിട്ട് ഞാനൊന്ന് ഫ്രണ്ടിൽ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് തടയുന്നു. കാരണം 13 വർഷമായിട്ട് എൻ്റെ ഫ്രണ്ടിൽ മുടിയില്ലാത്തതുകൊണ്ട് എനിക്ക് ചീർപ്പിൻ്റെയോ മുടി തൊടേണ്ട ഒരാവശ്യം ഉണ്ടായില്ല. രാവിലെ എനിക്ക് തൊപ്പിയിടുന്ന് രാത്രി പോയിട്ട് തൊപ്പി വെക്കുന്നത് അതേ ഉണ്ടായിട്ടു. ഇന്ന് ഫസ്റ്റ് അതിന് 13 വർഷത്തിന് ശേഷം ആണ് ഞാൻ ഫ്രണ്ടിൽ ഇങ്ങനെ കൈ കൊണ്ടുവന്ന് മുടീൻ്റെ ഒരു സ്പർശനം എൻ്റെ കൈക്ക് അറിയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുവൈത്തിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ കുവൈത്തിൽ എൻ്റെ വർക്ക് ചെയ്യുന്ന ഒരു ഹൗസ് ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വീട്ടിൽ തന്നെ 2 ആൾ, എൻ്റെ ബോസിൻ്റെ 2 മക്കൾ തുർക്കിയിൽ പോയിട്ടാണ് അവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. പക്ഷേ അതത്ര സക്സസ് ഇല്ലാത്തതുകൊണ്ട് എന്നോട് ബോസ് പറഞ്ഞ് അവർ ചെയ്തിട്ട് അത്ര സക്സസ് ആയിട്ടാണ്, നീ വെറുതെ ചെയ്തിട്ട് പൈസ ഇടാൻ നിൽക്കേണ്ട, അതൊന്നും നല്ലതാവില്ല എന്നെല്ലാം പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായില്ല. ആഡൻ സിറ്റിയിൽ വന്ന് ചെയ്ത് കഴിഞ്ഞെങ്കിൽ എന്നെ എന്തായാലും ഞാൻ വിചാരിച്ചൊരു റിസൾട്ടും അവരെ കൊണ്ട് തിരിച്ചു പറയിപ്പിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉള്ളത് കൊണ്ടുമാണ് ഞാൻ ഇവിടുന്ന് തന്നെ ചെയ്തത്. ഇനിയിപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകും. ഒരാളും കൂടി ഉണ്ട് അവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ. മിക്കവാറും ഇളയ മകന് അവർ മിക്കവാറും എന്തായാലും ഇതിൻ്റെ റിസൾട്ട് കണ്ടിട്ടാകുമ്പോൾ അവർ ചെയ്യുമെന്ന് ഞാൻ എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. എന്തായാലും മിക്കവാറും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ ക്ലിനിക്ക് ദുബൈയിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എപ്പോൾ എൻ്റെ ഡേറ്റും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. മിക്കവാറും അടുത്ത് തന്നെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ എല്ലാം കൊണ്ടും ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു ലാഡൻ സിറ്റി ക്ലിനിക് ഡോക്ടേഴ്സ്. ഇപ്പോൾ ഞാൻ 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കുവൈത്തിലേക്ക് പോകും. അടുത്ത ലീവിന് 1 വർഷം കഴിഞ്ഞിട്ട് അടുത്ത ലീവിന് വരുന്നതായിരിക്കും. ആ വരുന്ന പുതിയൊരു ലുക്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ആക്കുന്നത്. വായ്.